ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഫ്ലവറിങ് പ്ലാന്റിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലൊന്നും അധികം സുപരിചിതമല്ലാത്തൊരു പ്ലാന്റാണ് സ്നാപ് ഡ്രാഗൺ. പല പേരിൽ ഇതറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ. സ്നാപ് ഡ്രാഗൺ എന്നുള്ള പേരും ഡോഗ് ഫ്ലവർ എന്നുള്ള പേര് വരാൻ കാരണം കണ്ടത് ഇങ്ങനെ ഈ പൂവിൻ്റെ വായ ഇങ്ങനെ തുറക്കുമ്പോൾ പട്ടിയുടെ വായ തുറക്കണ പോലെയും കണ്ട ഡ്രാഗണിൻ്റെ വായ തുറക്കണ പോലെയാണ്. അതിനാണ് സ്നാപ് ഡ്രാഗൺ എന്നുള്ള പേര് വന്നേക്കണം കേട്ടോ. ഇതാണ് സ്നാപ് ഡ്രാഗൺ എന്ന് പറഞ്ഞ ചെടി. ഇത് നമ്മളെ പൂന്തോട്ടത്തിലൊന്നും അത്ര പരിചയമില്ലാത്ത ചെടിയാണ്. ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഡോഗ് ഫ്ലവർ, സ്നാപ് ഡ്രാഗൺ, ആൻറ്റിറിനം എന്നിങ്ങനെ പേരിലാണ് ഇതിങ്ങനെ അറിയപ്പെടുന്നത്. ഇത് വിൻ്റർ സീസണിലുള്ള ശരിക്കും ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യുക. പക്ഷേ എന്നാലും ഈ ഇനം നമുക്ക് വിത്ത് വീണ് മുളച്ച് നമ്മളെ സമ്മറിലും ഉണ്ടായി കാണുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ വഴി മേടിച്ചിട്ട് മുളപ്പിച്ചെടുത്തതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 3-4 കളറുണ്ട്. ഇത് ശരിക്കും ഇപ്പം ഞാനിവിടെ ഹാങ്ങിങ് ആയിട്ട് കൊട്ടയിലാണ് വളർത്തിയേക്കണത് കേട്ടോ. ഇത് നന്നായിട്ട് ഉയരത്തിൽ പോണതല്ല സ്നാപ് ഡ്രാഗണാണ്. ഇത് ഡോഗ് ഫ്ലവർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് ഡോർഫ് വെറൈറ്റി ഉണ്ട്, അത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം. അപ്പം ഞാൻ ഇതുമ്മ വെച്ച് ഹാങ് ആയിട്ടാണ് വളർത്തിയേക്കണത്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തിരി ഉയരം കുറവുണ്ട്. പക്ഷേ നല്ല ഉയരത്തിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കണ ചെടിയാണിത്. അപ്പം നമുക്ക് ഇങ്ങനെ വന്ന ഈ ഇതുമ്മലാണ് ഇങ്ങനെ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവുന്നത്. കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവും. ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ബ്രാഞ്ചസ് വന്നും കഴിട്ടും നിറയും കേട്ടോ. ഇതിന് ശരിക്കും വെയിൽ മഴയൊന്നും പ്രശ്നമില്ല കേട്ടോ. പക്ഷെ നല്ല വെയിൽ കൊള്ളുമ്പോൾ ഇപ്പം എനിക്കിവിടെ നല്ല വെയിൽ കൊള്ളുമ്പോൾ ഇവിടെ പൂക്കൾ കുറയണമുണ്ട്. പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ കരിയണമുണ്ട് കേട്ടോ. അപ്പം നല്ല വെയിൽ ഇതിന് വേണ്ട. പിന്നെ ഇതിന് സ്നാപ് ഡ്രാഗൺ എന്ന് പേര് വരാൻ കാരണം കണ്ട ഇതിൻ്റെ വായ ഇങ്ങനെ തുറക്കുമ്പോൾ, ഈ പൂവിൻ്റെ വായ തുറക്കുമ്പോൾ പട്ടി വായ തുറക്കണ പോലെയും ഡ്രാഗൺ വായ തുറക്കണ പോലെയും. അതുകൊണ്ടാണ് ഇതിന് സ്നാപ് ഡ്രാഗൺ എന്നുള്ള പേര് വന്നേക്കണത് കേട്ടോ. നന്നായിട്ട് കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവും. അപ്പം അധികം കെയറൊന്നും വേണ്ട, നന്നായിട്ട് പൂക്കളും തരുന്ന ഒരു ചെടിയാണ്. നമ്മളെ ഗാർഡനിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ചെടിയാണ്. പലതരം വെറൈറ്റി കളറുകളും ഇതുണ്ടാവും. ഇത് പിന്നെ വിത്ത് വീണ് മുളക്കുമ്പോൾ ഇത് ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു കളറല്ലാണ്ട് ഡബിൾ ഷെയ്ഡ് കളറായിട്ട് വിത്ത് വീണ് മുളച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ കട്ടിങ്സിലൂടെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നന്നായിട്ട് പിടിക്കണമുണ്ട്, പ്രത്യേക കെയറും വേണ്ട. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു വടി കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നീളത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ തരം ചെടികളിൽ ഇങ്ങനെ ഉയരത്തിൽ നന്നായിട്ട് പോണ ചെടികളിൽ വർഷം മുഴുവനായിട്ട് പൂക്കളുണ്ടാവും. മറ്റേ ചെടികൾ, അതായത് നമ്മുടെ ഡോർഫ് വെറൈറ്റി ഡോഗ് ഫ്ലവർ എന്നൊക്കെ അറിയപ്പെടുന്ന ചെടികളിലാണെങ്കിൽ നമ്മൾ ആ വിൻ്റർ സീസണിൽ മാത്രമാണ് ഫ്ലവറിങ് കാണുന്നത്. വേഗം നശിച്ച് പോകാനും ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവയ്ക്ക് ഇത്തിരി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടികളുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഞാനിവിടെ വളർത്തുമ്പോൾ നല്ല വെയിലത്തിരിക്കുന്നതാണ് കൊണ്ട് എൻ്റെ പൂക്കളും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ ഒരു കരിയണ ഭാഗം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത്രയും ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. ഇവയ്ക്ക് അധികം വെയിൽ വേണ്ട. പിന്നെ നമ്മുടെ ചട്ടി ഉണങ്ങുന്നതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയിൽ വെള്ളമില്ലാണ്ടാകുമ്പോൾ ശരിക്കും നന്നായിട്ട് വാടി നിൽക്കണമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. പക്ഷേ എന്നാലും കെട്ടി നിൽക്കാനും പാടില്ല. പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാതരം വളങ്ങളും ഇതിന് കൊടുക്കാം. ജൈവസിലറി ആയിട്ടും NPK വളങ്ങളായിട്ടും ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ 3-4 കളറേ ഉള്ളൂ ഡബിൾ ഷെയ്ഡായിട്ട് വന്നത്. ഇത് പക്ഷേ ഇഷ്ടം പോലെ കളറുകളുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ അതിൻ്റെ പല വെറൈറ്റികളാണ് കാണുന്ന കളറുകൾ കേട്ടോ. ഇങ്ങനെ ഉണ്ടായി പൂവ് കഴിയുമ്പോൾ ഈ ഭാഗത്താണ് നമ്മളെ വിത്തുകൾ ഉണ്ടാവുന്നത് കേട്ടോ. ഈ വിത്തിൽ നിന്നാണ് നമ്മൾ വിത്ത് ശേഖരിക്കുന്നത്. ഇത് നമ്മളെ തോട്ടത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നഷ്ടപ്പെടില്ല കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിങ്ങനെ വിത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചീരട പോലെയുള്ള വിത്തുകളാണ് ഇതിലുള്ളത്. അതെങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതാണ് അതിൻ്റെ വിത്തുകൾ കേട്ടോ. നമുക്കിങ്ങനെ വിത്തെടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നട്ട് കൊടുക്കാം. സൂക്ഷിച്ച് വെച്ചാൽ മതി. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചീരയുടെ പോലെയുള്ള വിത്തുകളാണ് ഉണ്ടാവുന്നത്.
കണ്ടോ, ഇതാണ് ഇതിൻ്റെ വിത്തുകൾ. വിത്ത് നട്ട് നമുക്ക് 3 ആഴ്ച ആകുമ്പോഴത്തേനും തൈ മുളച്ച് വരും കേട്ടോ. നമുക്ക് ഇതിനധികം പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. വെള്ളവും വെയിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റികളാകുമ്പോൾ ഏത് സമയത്തും പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ പൂക്കൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗാർഡനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. നല്ല തരം ചെടിയാണ്. ഇത് ഓൺലൈനായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതുപോലെയുള്ള പ്ലാന്റ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ സീഡുകളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കത് പാവി പിടിപ്പിച്ചിട്ട് ആ പ്ലാന്റ്സ് ഉണ്ടാവും നമ്മളെ കയ്യിൽ. നമ്മീ കൂടുതൽ പൈസ കൊടുത്ത് നശിച്ച് പോണ ചെടികൾ വാങ്ങിക്കുന്നത് നല്ലത് ഇങ്ങനത്തെ ചെടികൾ കുറച്ച് നമ്മളെ തോട്ടത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ.